പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രഭാത പ്രാർത്ഥന. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ്. ഹെബ്രായർ 11:1. അനന്ത നന്മ സ്വരൂപനായ ദൈവമേ, ഈ പ്രഭാതത്തിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്നേ ദിനം അവിടുത്തെ തിരുഹിതത്തിനനുസൃതം ജീവിക്കാൻ ഞങ്ങൾക്ക് അവിടുത്തെ കൃപ തരണേ. മക്കളായ ഞങ്ങൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്നവനായ അങ്ങിലുള്ള പ്രത്യാശ ഞങ്ങളെ ഒരിക്കലും നിരാശരാക്കുകയില്ലെന്നും വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം നൽകാൻ സദാ സന്നദ്ധനായി അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ടെന്നുമുള്ള വാഗ്ദാനത്തിന്റെ ഉറപ്പും വിശ്വസ്തതയും ലഭിച്ചിട്ടും ഞങ്ങളുടെ ആവശ്യങ്ങളിലും വിഷമതകളിലും അവിടുത്തെ സന്നിധിയിൽ നിന്നും അനുഗ്രഹം ലഭിക്കുമെന്ന സുനിശ്ചിതമായ ഏക പ്രത്യാശയ്ക്ക് പകരം അനേകം വാതിലുകളിൽ മുട്ടുന്നതിൽ ഒരു വാതിൽ മാത്രമായും കിട്ടുമെന്ന ഉറപ്പില്ലാത്ത വിധമുള്ള ഒരു അല്പവിശ്വാസം മാത്രമായും ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രത്യാശയും പലപ്പോഴും ചുരുങ്ങിപ്പോകുന്നു. കർത്താവേ, കനിയണമേ. ആകുലമായ ഞങ്ങളുടെ ജീവിതാവസ്ഥകളിൽ ആശ്വാസമായും സംശയങ്ങളിൽ പ്രകാശമായും അങ്ങയിൽ ഞങ്ങളുടെ വിശ്വാസ വഴികളെ തെളിച്ചരുളണമേ. ഞങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള ഏക പ്രത്യാശയും പ്രതീക്ഷയും അങ്ങിൽ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും കൃപയുമേകി ഞങ്ങളെ അനുഗ്രഹിച്ചണയ്ക്കുകയും ചെയ്യണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, തിരുക്കരങ്ങളിൽ ഞങ്ങളെ പാലിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.